ഇന്ന് നമ്മൾ ചിക്കുവിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി പോവുകയാണ് കേട്ടോ. കുറേ ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ് ചിക്കുവിന് ഒരു 2 വീലർ വേണം എന്നുള്ളത്. ഞങ്ങൾ സിറ്റിയിൽ പോയി ഒരു ദിവസം ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അവിടെ ഇങ്ങനെ സ്കൂട്ടർ നിരത്തി വെച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പുതിയ ഫസീനോ, ഒരു ബ്ലൂ കളർ ഫസീനോ ഇരിക്കുന്ന കണ്ടിപ്പം അപ്പം മുതലേ അവള് നോട്ടം ഇട്ട് വെച്ചിരിക്കുന്ന ഒരു സ്കൂട്ടറാണിത്. അപ്പോൾ ലൈസൻസ് ഒക്കെ ഇപ്പം അടുത്താണ് കിട്ടിയത്. അപ്പോൾ ഒരു ഫസീനോ വേണം എന്നൊരു ആഗ്രഹമൊക്കെ ഇങ്ങനെ കുറേ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് അച്ഛന് ഹെൽപ്പ് ആവും, അച്ഛന് ഷോപ്പിലൊന്നും പോണ്ട, കടയിലൊക്കെ ഞാൻ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് കുറേ വാഗ്ദാനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് ഞങ്ങൾ 1-2 ഷോറൂമിലൊക്കെ ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു ഫസീനോ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല പല കമ്പനിയുടെ സ്കൂട്ടറും ഒക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം ചിക്കുവിന്റെ ഇഷ്ട സ്കൂട്ടറായ ഫസീനോയിൽ തന്നെ എത്തിപ്പെട്ടതാണ്. അങ്ങനെ കുറെ കാലത്തെ ഒരു ആഗ്രഹമാണ് ചിക്കുവിന് ഒരു 2 വീലർ വേണം എന്നുള്ളത്. അതങ്ങനെ സാധിക്കാൻ പോവുകയാണ്. ഇതൊന്നും അല്ല കേട്ടോ, പക്ഷെ ചിക്കുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അതിങ്ങനെ അവിടെ ഇങ്ങനെ നടക്കാതെ ഇരിപ്പുണ്ട്. കാരണം ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല ആ ഒരു കാര്യത്തിൽ, അതുകൊണ്ടാണ് അതങ്ങനെ മാറ്റിവെച്ചത്. പക്ഷെ എന്തെങ്കിലും അവൾ അത് സാധിച്ചെടുക്കും എന്നറിയാം. അത് സാധിച്ചു കഴിയുമ്പോൾ എന്താണെന്ന് പറയാം. അതിനെന്തായാലും ഈ ഒരു സ്കൂട്ടർ വാങ്ങുന്ന ചിലവൊന്നുമില്ല, എന്നാലും ഞങ്ങൾക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സൈഡാക്കി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അവസാനം ഫസീനോ സെലക്ട് ചെയ്തു, അഡ്വാൻസ് ഒക്കെ കൊടുത്തിരുന്നതാണ്. ഇന്നിപ്പോൾ വണ്ടി ഡെലിവറി ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ വന്നതാണ്. ഇപ്പം അവൾ അന്ന് അവിടെ കണ്ടതുപോലത്തെ ഒരു ബ്ലൂ കളർ ഒരു ലിമിറ്റഡ് എഡിഷൻ സ്കൂട്ടറാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിരുന്ന ഇപ്പോൾ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാണ്, സ്കൂട്ടറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇപ്പോൾ അത് സ്കൂട്ടർ എടുത്ത് കൊണ്ടുവന്ന് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കീ കൈമാറുന്ന ഒരു കൊച്ചു സെറിമണിയാണ്. അപ്പോൾ ഇവിടെ അതൊരു വലിയൊരു ആഘോഷമായിട്ടാണ് ഇവിടെ എല്ലാവരും ചെയ്യുന്നത്. എല്ലാവരും സ്കൂട്ടർ വാങ്ങിച്ചവർക്കൊക്കെ അറിയായിരിക്കും, ഞാൻ പക്ഷെ ആദ്യമായിട്ട് കാണാം കേട്ടോ. ആ സമയത്ത് ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും കൂടെ ഗ്യാദർ ചെയ്തിട്ടുണ്ട് എല്ലാവരും കൂടി. അപ്പോൾ അതാ സ്കൂട്ടർ പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക ഒരു ബ്ലൂ കളറാണ്, ഒരു മാറ്റ് ഫിനിഷുള്ള ഒരു കളർ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഇതാ ചിക്കു ഇവിടെ ഹെൽമെറ്റൊക്കെ വെച്ച് റെഡി ആവുന്നുണ്ട്. ഇത് ഹെൽമെറ്റ് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ് കേട്ടോ. ഇപ്പോൾ ശരിക്കും ഞങ്ങൾ 2 ഷോറൂമിൽ പോയിട്ടുണ്ടായിരുന്നു ഹെഡ്. 2 ഷോറൂമിലും റേറ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. സ്കൂട്ടറിൻ്റെ റേറ്റിലല്ല, ഇതിൻ്റെ ആക്സസറീസ് ഒക്കെ ഇവർ ഫ്രീ ആയിട്ട് തരുമെന്ന് പറഞ്ഞു. മറ്റേ ഷോറൂമിൽ അങ്ങനെ ഇല്ല, അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ഇങ്ങനത്തെ സ്കൂട്ടറൊക്കെ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് 1-2 ഷോറൂമിലൊക്കെ ഒന്ന് കയറി നോക്കി കഴിയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ചിലപ്പോൾ സെയിം ആയിരിക്കും. ഇപ്പോൾ ഇത് അവർ എന്തോ ഒരു ഓഫറിന് തന്നതാണ്. അങ്ങനെ ചിക്കു സ്കൂട്ടറിലൊക്കെ കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ മോളങ്ങനെ റോഡിലൊന്നും അങ്ങനെ സ്കൂട്ടർ എടുത്തിട്ടില്ല അധികം. നാട്ടിൽ പോയ സമയത്ത് അവിടെ വീട്ടിലുണ്ടായിരുന്ന സ്കൂട്ടർ ഒന്ന് കൊണ്ടുവന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മെയിൻ റോഡിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ട്രാഫിക്കുള്ള റോഡാണ്. അതൊന്ന് മാറ്റി ആ ഒരു തിരക്കില്ലാത്തൊരു ഭാഗത്തേക്ക് വണ്ടി സൈത്താറ്റിനെടുത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പം അവിടെ നമ്മൾ എടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എടുക്കുകയാണ്. ഞങ്ങൾ നേരെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഞാൻ ബാക്കിൽ സീറ്റിലിരുന്നു കേട്ടോ. എനിക്ക് എന്തോ ഒരു പേടിയാണ്. എന്നാൽ എനിക്ക് ഈ സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര അങ്ങോട്ട് വഴങ്ങാത്തൊരു സംഭവമാണ്. അവൾ ആദ്യമായിട്ടല്ലേ സ്കൂട്ടർ എടുക്കുന്നത് മെയിൻ റോഡിലൊക്കെ. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടേ ഇല്ല അവൾ എടുക്കുന്നത്. അപ്പം എനിക്ക് ചെറിയൊരു പേടിയിട്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്ക് സീറ്റിലിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ വരുന്നത്. ഒന്നാമത്തെ കാര്യം, എനിക്ക് 2 വീലർ ഓടിക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് 2 വീലർ ഓടിക്കുന്നവരോട് ഭയങ്കര ആരാധനയാണ്. നമുക്ക് എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അവരോടൊരു ആരാധന തോന്നുമല്ലോ, അങ്ങനെയാണുള്ളത്. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. ബൈക്കൊക്കെ ഓപ്പോസിറ്റൊക്കെ അടുത്തൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് അതെനിക്ക് പേടിയുണ്ട്. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ കഴുത്തൊക്കെ വേദന വന്നിട്ട് കേട്ടോ, പുറകോട്ട് തിരിഞ്ഞിരുന്നിട്ട്. സൈത്തനോട് ഇത് പറയുന്നുണ്ട്, മതി നീ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നോ, നേരെ ഇരുന്നു. പക്ഷെ എനിക്കെന്തോ ധൈര്യമില്ല. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി. ആറ്റുകാൽ അമ്പലമാണ്. 12 മണി 12:30 വരെ മറ്റേ അമ്പലത്തിൽ പൂജയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ പൂജാരി ഇവിടെ പൂജ തുടങ്ങി. അവിടെ അപ്പുറത്തൊരു ലോറി, ഒരു ചെറിയൊരു മിനി ലോറി ഉണ്ടായിരുന്നു. അതും പൂജ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ലോറിയാണ്. അപ്പോൾ അതങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. അതിൻ്റെ പൂജയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇതാ നമ്മുടെ പുതിയ സ്കൂട്ടറിന് മാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാറും എടുത്ത് മുന്നിൽ പോവുകയാണ്. പിന്നെയും സ്കൂട്ടറായിട്ട് പുറകെ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നെയും പുറകെ തന്നെ ഇരുന്ന് പുറകോട്ട് നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമില്ലാതെ തന്നെ വരുന്നുണ്ട്. അപ്പം ഞങ്ങളിതാ ഇവിടെ വീട്ടിലേക്ക് എത്തി. നല്ല ഭംഗിയുണ്ട് കേട്ടോ വണ്ടി കാണാനായിട്ട്. പക്ഷേ വണ്ടിയുടെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ സ്റ്റോറേജ് സ്പേസ് കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട്. കാരണം സാധാരണ സ്കൂട്ടറിനെ അപേക്ഷിച്ച് സ്റ്റോറേജ് സ്പേസ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ എമർജൻസി സാധനങ്ങളൊക്കെ എന്തെങ്കിലും വെക്കാനായിട്ടുള്ള പോക്കറ്റ് ഒന്നും ഇല്ല. എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു വണ്ടിയാണ്. അങ്ങനെ ചിക്കുത ഇടയ്ക്ക് എനിക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് തരുന്നുണ്ട് കേട്ടോ. ഇപ്പം തുടക്കത്തിലൊക്കെ ഈ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ച് വരുന്നുണ്ട്. എത്രത്തോളം ഉണ്ടാവും എന്നറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം.
അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു കൊച്ചു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഇതുപോലത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ? അതൊക്കെ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. മറ്റുള്ളവരുടെ സന്തോഷം അറിയാനായിട്ട് നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.